സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനയുടെ ആശയപരിസരം എവിടെ നിന്നാണ് രൂപപ്പെടുന്നത്? ഈ ഒരു വിഷയത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷത്തെ പറ്റി. അന്താരാഷ്ട്ര ഇസ്ലാമോഫോബിയ ദിനം കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞുപോയത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി വേണം ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാൻ. കാരണം തൊടുപുഴ ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗമായ ഫ്രാൻസിസ് എന്നയാളാണ് ഇത്തരം ഒരു ഫേസ്ബുക്കിലൂടെ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്. ആ കമന്റ് വളരെ വലിയ മുസ്ലിം വിരുദ്ധ പ്രസ്താവനയുടെ ആയിരുന്നു അതിന്റെ ഉള്ളടക്കം എന്നുള്ളത്. കൃത്യമായിട്ട് ഇവിടെ എല്ലാ ആക്രമണങ്ങളും അല്ലെങ്കിൽ ഈ വയലൻസും ഒക്കെ കൂടുതലും നടത്തുന്നത് മുസ്ലിങ്ങളാണ് എന്നും അവർ വർഷത്തിലൊരിക്കൽ നോമ്പ് അനുഷ്ഠിച്ചും അതല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് ഇതിനൊരു മാപ്പപേക്ഷ നടത്തിക്കൊണ്ട് വീണ്ടും ഇത് തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. വർഷത്തിലൊരിക്കൽ ഈ തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് തീർന്നാൽ അവരുടെ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്നാണ് അവർ പറയുന്നത് എന്നുള്ള ഒരു രീതിയിലുള്ള കമന്റ് ആയിരുന്നു അത്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ PC ജോർജ് പറഞ്ഞിട്ടുള്ള ലവ് ജിഹാദ് എന്നുള്ള വിഷയം, പാലാ ബിഷപ്പ് പറഞ്ഞിട്ടുള്ള നർക്കോട്ടിക് ജിഹാദ് എന്നുള്ള വിഷയം, അതുപോലെ തന്നെ ഇങ്ങനെ നിരന്തരമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ള മുസ്ലിം വിരുദ്ധമായ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള കണ്ടന്റുകളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഫ്രാൻസിസിനെ പോലെയുള്ള ആളുകൾ ഇത്തരം നിലപാടുകളിലേക്ക് എത്തപ്പെടുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇതിന്റെ അടിസ്ഥാനം എന്നുള്ളത് ഇസ്ലാമോഫോബിയ തന്നെയാണ്. കാരണം ഇവിടെ വ്യവസ്ഥാപിതമായി സാമ്രാജ്യത്വം ഒരു ആശയ പരിസരം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് വർഷങ്ങളായി ഈ ഒരു മേഖലയിൽ ഫണ്ട് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിയത്. മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങളാണ് മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനുമെതിരെ നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ബാക്കി പത്രം കൂടിയാണ് ഫ്രാൻസിസിനെ പോലെയുള്ള ആളുകൾ നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഏത് ക്രിമിനൽ പ്രവർത്തനം നടത്തിയാലും, ഏത് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടത്തിയാലും, അല്ലെങ്കിൽ മറ്റു പീഡനം മുതലുള്ള സർവ്വ ക്രിമിനൽ പ്രവർത്തനങ്ങളും കൊലപാതകങ്ങളും ഏത് വിഷയങ്ങൾ എടുത്താലും അതിൽ എല്ലാ ആളുകളും പ്രതിയാവുന്നുണ്ട്. എല്ലാ മതവിഭാഗങ്ങളുടെ ആളുകളും അതിൽ പ്രതിയായി വരുന്നുണ്ട്. ആ കേസിൽ ആരോപണ വിധേയരാകുന്നുണ്ട്. പക്ഷേ ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അവരുടെ മതം കൂടി കുത്തിക്കേറ്റിക്കൊണ്ടുള്ള ഒരു കുറ്റപ്പെടുത്തലാണ്. മറ്റുള്ള ഏതൊരാളുകൾക്കും സ്വാഭാവികമായിട്ടും എല്ലാ കേസിലും മതമില്ലാത്ത ആളുകളും മതത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ പോലും ഒരു വയലൻസിൽ അല്ലെങ്കിൽ കേസുകളിൽ പ്രതിയാവുന്നുണ്ട്. കൊലപാതകങ്ങളിൽ, ക്രിമിനൽ കുറ്റങ്ങളിൽ, മോഷണ കേസുകളിൽ, കഞ്ചാവ് ലഹരി മാഫിയ കേസുകളിൽ പ്രതിയാവുന്നുണ്ട്. അവിടെയൊക്കെയും നമ്മൾ കാണാത്ത പ്രധാനപ്പെട്ട കാര്യം ഇവിടെ മുസ്ലിങ്ങളുടെ കാര്യം വരുമ്പോൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണ്. വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് യഥാർത്ഥത്തിൽ മുസ്ലിം പേരുകാർ പ്രതികളാകുമ്പോൾ നടക്കുന്നുള്ളത്. അവരുടെ മതമാണ് പ്രശ്നം, അവരുടെ മദ്രസ പഠനമാണ് പ്രശ്നം, അവരുടെ ആശയ പരിസരമാണ്, മതത്തിന്റെ ആശയ പരിസരമാണ് ഇതിനൊക്കെയുമുള്ള കാരണം എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യമാണ് കേരളത്തിലും ഇന്ത്യയിലും ലോകമെമ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കേരളത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ആര് പ്രതിയായാലും, ഒരു ക്രിസ്ത്യൻ പേരുള്ള ആളുകൾ പ്രതിയായാലും അല്ലെങ്കിൽ ഒരു ഹിന്ദു പേരുള്ള ആളുകൾ പ്രതിയായാലും, ആര് പ്രതിയായാലും അവരുടെ മതത്തെ ആരും കുറ്റം പറയാറില്ല, ആരും കുറ്റപ്പെടുത്താറുമില്ല. അവരുടെ മതവിശ്വാസമാണ് അവരുടെ പ്രശ്നമെന്ന് പറയാറില്ല. അവരുടെ ആശയ പരിസരമാണ് അവരുടെ പ്രശ്നമാണെന്ന് പറയാറില്ല. പക്ഷേ മുസ്ലിങ്ങളുടെ കാര്യം വരുമ്പോൾ നേരെ തിരിച്ചാണ് എല്ലായിടത്തും പറയുന്നത്. അവരുടെ മതവിദ്യാഭ്യാസമാണ് പ്രശ്നം, അവരുടെ മദ്രസ വിദ്യാഭ്യാസമാണ് പ്രശ്നം, അവരുടെ സാമൂഹിക സാഹചര്യമാണ്, അവരുടെ ആശയ പരിസരമാണ് പ്രശ്നം എന്നുള്ളത്. അവരുടെ താടിയാണ് പ്രശ്നം, അവര് സിറിയയിൽ പോയി പൊട്ടിത്തെറിക്കുന്ന ആളുകളാണ്, അവര് ലോകമെമ്പാടും കുഴപ്പമുണ്ടാക്കുന്ന ആളുകളാണ് എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് നടത്തുന്നുള്ളത്. നേരത്തെ മാർട്ടിൻ എന്ന് പേരുള്ള ഒരാൾ കളമശ്ശേരിയിൽ ബോംബ് സ്ഫോടനം നടത്തിക്കൊണ്ട് നിരവധി ആളുകളെ, കേരളം ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള ഒരു ഭീകരാക്രമണം കേരളത്തിൽ നടത്തി. പക്ഷേ അദ്ദേഹത്തിന് UAPA നേരിടേണ്ടി വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ മതത്തെ ആരും കുറ്റം പറഞ്ഞിട്ടില്ല. ആ മതത്തിൽ നിന്നു ആളായത് കൊണ്ടാണ് ഫ്രാൻസിസ് ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്തതെന്ന്. കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂരമായ ഭീകരാക്രമണത്തെ ഫ്രാൻസിസിന്റെ നേരത്തെ ഈ കളമശ്ശേരി കേസിൽ പ്രതിയായ
മാർട്ടിന്റെ മതത്തെ ഉപയോഗിച്ചുകൊണ്ട് ആരും കുറ്റം പറയാറില്ല. പക്ഷേ നേരെ തിരിച്ച് മുസ്ലിങ്ങൾ ഏതെങ്കിലും കേസിൽ പ്രതികളാവുമ്പോൾ അവിടെ ഒന്നാമതായിട്ട് അവരുടെ മതത്തെയാണ് കൃത്യമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ പത്രമാധ്യമങ്ങളിലും ഈ ഓൺലൈൻ മീഡിയകളിലും അല്ലെങ്കിൽ ന്യൂസുകളിലും കൃത്യമായിട്ട് മുൻ പേജുകളിൽ ഇത് വലിയ വാർത്താ പ്രാധാന്യമുള്ള വാർത്തകളായി കൊടുക്കുന്നു. ഇങ്ങനെ ഇതിനെ കൃത്യമായിട്ട് ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള അന്തരീക്ഷം ഇവിടെ നിലനിർത്താൻ വേണ്ടി നേരത്തെ പറഞ്ഞിട്ടുള്ള സാമ്രാജ്യത്വ ശക്തികളിൽ നിന്നടക്കം ഫണ്ടുകൾ കൈപ്പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളെ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് നിലവിലുള്ള മുസ്ലിം വിരുദ്ധമായ അവരുടെ ചിന്തകൾ കൊണ്ട് ഇത്തരം കണ്ടന്റുകൾ കൂടുതലായി സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു, അവരുടെ മതം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഫ്രാൻസിസിനെ പോലെയുള്ള ആളുകൾക്ക് ഇത്തരം ഒരു പരാമർശങ്ങൾ നടത്തേണ്ടി വന്നത്. പിന്നീട് അദ്ദേഹം അത് മാപ്പ് പറയുകയും തെറ്റുപറ്റി പോയി എന്ന് പറയുകയും പാർട്ടി അതിനെ തിരുത്തുകയും പാർട്ടിക്ക് ഇത്തരം ഒരു നിലപാടില്ല എന്നുള്ള നിലപാട് പറയുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ഒരു ആശയ പരിസരം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനേക്കാൾ പ്രശ്നമാണ് ഫ്രാൻസിസിന് മാത്രമാണ് ഇത്തരം അഭിപ്രായം എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട്. ഈ CPM തന്നെ വിവിധ ജില്ലാ സംസ്ഥാന നേതാക്കളായ ആളുകൾക്ക് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഇത്തരം ഒരു ചിന്താഗതി ഉണ്ടോ എന്നുള്ള സംശയം അടുത്ത കാലത്തായി ബലപ്പെടുന്നുണ്ട്. പലപ്പോഴും മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ കൊണ്ട് ഇവരുടെ പ്രധാനപ്പെട്ട ആളുകൾ ശ്രദ്ധയാകർഷിക്കാറുണ്ട്. ഗോവിന്ദൻ മാഷ് ഇന്ന് ആശാ സമരത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്, ആശാ വർക്കർമാരുടെ സമരത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് അതിന് പിന്നിൽ SDPIയും ജമാഅത്തുമാണെന്നാണ്. കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഈ ഒരു ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട ആശാ വർക്കർമാരുടെ സമരം കണ്ടിട്ടുള്ളതാണ്. അതിൽ കേന്ദ്ര മന്ത്രി കൂടിയായ സുരേഷ് ഗോപി വന്ന് ഇടപെട്ടുകൊണ്ട് അതിനെ ഏത് രീതിയിൽ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താമെന്നുള്ള രീതിയിലുള്ള കാഴ്ചകൾ കണ്ടിട്ടുള്ളതാണ്. BJPയുടെയും RSSന്റെയും ആളുകൾ ആ സമരപ്പന്തൽ സന്ദർശിക്കുന്നത് കണ്ടിട്ടുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാക്ക്ഗ്രൗണ്ടുള്ള SUCI എന്നുള്ള സംഘടന നടത്തുന്ന, അവരുടെ മേൽനോട്ടത്തിൽ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സമരമാണ് ആശാ വർക്കർമാരുടെ സമരം. പക്ഷെ അതിനെ പോലും ജമാഅത്ത് SDPI എന്നുള്ള രീതിയിൽ ലേബലിൽ പിടിച്ചുകെട്ടിക്കൊണ്ട് ആ സമരത്തെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാനാണ് ഗോവിന്ദൻ മാഷ് അടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവിടെ വിവിധങ്ങളായ ആവശ്യങ്ങളിൽ PC ജോർജ് ഒരു ഭാഗത്ത് വർഗീയ വിഷം തന്നെ തുപ്പുകയാണ്. PC ജോർജ് ഇന്ന് പറയുന്ന കാര്യം KT ജലീലും അതുപോലെ തന്നെ പാലാ ബിഷപ്പും അതുപോലെ തന്നെ VS അച്യുതാനന്ദനും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് താൻ ആവർത്തിക്കുന്നത്. ലവ് ജിഹാദ് ഉണ്ട് എന്നുള്ള ആവർത്തനമാണ് ഒരിക്കൽ കൂടി അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ VS അച്യുതാനന്ദൻ അന്ന് പറഞ്ഞ പ്രസ്താവനക്കെതിരെ പോയി കേസ് കൊടുക്കൂ, എന്നിട്ട് എൻ്റെ എതിരെ കേസ് കൊടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആശയ പരിസരം ഉണ്ടാകുന്ന പരിതസ്ഥിതി, സാമൂഹിക അന്തരീക്ഷം നിരന്തരമായിട്ടുള്ള ഈ ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ ഉൽപ്പാദിപ്പിച്ചെടുത്തതിന്റെ ബാക്കി പത്രം കൂടിയാണ് ഇത്തരം ആളുകളുടെ അടുത്തു നിന്നും ഇത്തരം പ്രസ്താവനകൾ, അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഇതിന് ക്രിയാത്മകമായ പ്രതിരോധങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഈ അന്തരീക്ഷങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ. കൃത്യമായിട്ട് മുസ്ലിം സംഘടനകൾക്കും അതിന്റെ സംഘടനാ നേതൃത്വത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൂടാതെ തന്നെ കേരളം ഭരിക്കുന്ന സർക്കാരുകൾക്കും ഈ ഒരു ഭരണകൂടങ്ങൾക്കും ഇത്തരം സാഹചര്യങ്ങൾ, ഇത്തരം തെറ്റായ കഥകൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു വയലൻസിനും തെറ്റുകൾക്കും കുറ്റകൃത്യങ്ങൾക്കും മതത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ ഒരു വിഭാഗത്തിന് പ്രതികളാകുമ്പോൾ അവരുടെ മതം ചികഞ്ഞുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തുന്ന രീതിയെ കൃത്യമായിട്ട് തുറന്നു കാട്ടപ്പെടുകയും അത്തരം കാര്യങ്ങളിൽ അത്തരം ദുഷ്പ്രചരണങ്ങൾ ഉണ്ടാകുമ്പോൾ നടപടിയെടുത്തില്ല എങ്കിൽ ഇനിയും ഒരുപാട് ഇത്തരം ഫ്രാൻസിസുമാർ ഉണ്ടാകുക തന്നെ ചെയ്യുമെന്നാണ് ഇതിന്റെ യാഥാർത്ഥ്യം പരിശോധിക്കുമ്പോൾ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്.